ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ടെൻസസും എല്ലാ മോഡൽ വേർബ്സും പിന്നെ ടു ബി, ടു ഹാവ് ബീൻ, ടു ഹാവ് ഹാഡ് ഇതൊക്കെ ഈ സെൻറ്റൻസുകളിൽ വരും. ആദ്യം മലയാളം സെൻറ്റൻസ് പറയുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്താവും എന്നൊന്ന് ആലോചിച്ച് വയ്ക്കുക. പിന്നെ അതിൻ്റെ ട്രാൻസ്ലേഷൻ പറയുമ്പോൾ അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. എൻ്റെ കൈവശം 3 കൊല്ലമായിട്ട് ഈ കാർ ഉണ്ട്. ഐ ഹാവ് ഹാഡ് ദിസ് കാർ ഫോർ 3 years. അവൻ്റെ കൈവശം 2 കൊല്ലമായിട്ട് ഈ ബൈക്ക് ഉണ്ട്. ഹീ ഹാസ് ഹാഡ് ദിസ് ബൈക്ക് ഫോർ 2 years. പറ്റുമെങ്കിൽ നിങ്ങളൊരു പുതിയ കാർ വാങ്ങണം. യു ഷുഡ് ബൈ എ ന്യൂ കാർ ഇഫ് യു ക്യാൻ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവിടെ പോകണം. യു ഷുഡ് ഗോ ദർ ഇഫ് യു ക്യാൻ. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ റെഡിയാണോ? ആർ യു റെഡി ടു ലേൺ ഇംഗ്ലീഷ്? ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ റെഡിയാണ്. ഐ ആം റെഡി ടു ലേൺ ഇംഗ്ലീഷ്. ഇനി പാസ്റ്റ് സിമ്പിൾ ടെൻസും അതുപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും തമ്മിൽ ചിലർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? രാഹുലിനെ വീട്ടിൽ കാണാനില്ല. അപ്പോൾ രാഹുൽ എവിടെ എന്ന് ചോദിക്കുന്നു. വെർ ഇസ് രാഹുൽ? ഹി ഹാസ് ഗോൺ ഔട്ട്. രാഹുൽ ഹാസ് ഗോൺ ഔട്ട്. രാഹുൽ പുറത്തേക്ക് പോയി. നോക്കൂ, ഹാസ് ഗോൺ അവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ പറയുകയാണ്. ഇപ്പോൾ അവനവിടെ കാണുന്നില്ല, അപ്പോൾ അവൻ പുറത്തേക്ക് പോയി. ഹി ഹാസ് ഗോൺ ഔട്ട്. അതേസമയം രാഹുൽ ഇന്നലെ പുറത്തേക്ക് പോയി. രാഹുൽ വെൻറ്റ് ഔട്ട് യെസ്റ്റർഡേ. നോക്കൂ, അവിടെ പാസ്റ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിച്ചു. ഇന്നലെ കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പറയുകയാണ്. ഇപ്പോൾ ആ ഒരു കാര്യത്തിന് ഒരു പ്രസക്തിയുമില്ല. രാഹുൽ വെൻറ്റ് ഔട്ട് യെസ്റ്റർഡേ. രാഹുൽ ഇന്നലെ പുറത്തേക്ക് പോയി. അപ്പോൾ ആ സെൻറ്റൻസിൽ പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. പാസ്റ്റ് സിമ്പിൾ ടെൻസ് എന്ന് പറയുമ്പോൾ V2 ഫോമാണ് ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റ് കഴിഞ്ഞാൽ. അതേസമയം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആവുമ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ V3 ഫോമാണ്. ഐ വെൻറ്റ് ടു കോളേജ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ കോളേജിൽ പോയി. പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച അവനെ കണ്ടു. ഐ സോ ഹിം ലാസ്റ്റ് വീക്ക്. അവൻ 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചു. ഹീ കോൾഡ് മീ 2 days ago. ഹീ കോൾഡ് മീ 2 days ago. ഇവിടെയൊക്കെ പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. അതൊരു കംപ്ലീറ്റഡ് ആക്ഷനാണ്. പാസ്റ്റിൽ കഴിഞ്ഞു, അതൊരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ്. അവിടെ നമുക്ക് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കാം. എൻ്റെ കീസ് നഷ്ടപ്പെട്ടു. എനിക്ക് വീട്ടിനുള്ളിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. ഐ ഹാവ് ലോസ്റ്റ് മൈ കീസ്. ഐ കാൺട്ട് ഗെറ്റ് ഇൻ ടു മൈ ഹൗസ്. നോക്കൂ, കീ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് പ്രസൻറ്റ് മൊമെൻറ്റിൽ എൻ്റെ കയ്യിൽ കീ ഇല്ല. ഐ കാൺട്ട് ഗെറ്റ് ഇൻ ടു മൈ ഹൗസ്. അവിടെ ഐ ഹാവ് ലോസ്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കീ നഷ്ടപ്പെട്ടു എന്നത് കഴിഞ്ഞുപോയി, പക്ഷേ അതിനിപ്പോഴും പ്രസക്തിയുണ്ട്. പ്രസൻറ്റ് മൊമെൻറ്റുമായിട്ട് അതിനൊരു കണക്ഷൻ ഉണ്ട്. പാസ്റ്റിലാണ് കഴിഞ്ഞതെങ്കിലും. ഐ ലോസ്റ്റ് മൈ കീസ് യെസ്റ്റർഡേ. വാസ് ടെറിബിൾ ബട്ട് ഐ ഗോട്ട് ന്യൂ കീസ് യെസ്റ്റർഡേ. എൻ്റെ കീസ് ഇന്നലെ നഷ്ടപ്പെട്ടു. ഐ ലോസ്റ്റ്. നോക്കൂ, പാസ്റ്റ് സിമ്പിളാണ്. ഐ ലോസ്റ്റ് മൈ കീസ് യെസ്റ്റർഡേ. ഇറ്റ് വാസ് ടെറിബിൾ. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബട്ട് ഐ ഗോട്ട് ന്യൂ കീസ് യെസ്റ്റർഡേ. പുതിയ കീസ് എനിക്ക് യെസ്റ്റർഡേ കിട്ടി. അപ്പോൾ ഇനി ആ നഷ്ടപ്പെട്ടു പോയതിന് ഒരു പ്രസക്തിയും ഇല്ല. അപ്പോൾ ഐ ലോസ്റ്റ് മൈ കീസ് യെസ്റ്റർഡേ. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് പാസ്റ്റിൽ കഴിഞ്ഞ കാര്യമാണ്, പക്ഷെ അതിന് പ്രസൻറ്റ് മൊമെൻറ്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് എങ്കിൽ. അതേസമയം പാസ്റ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുന്നതോ പാസ്റ്റിൽ കഴിഞ്ഞു പോയി ഒരു കാര്യം, ആ കാര്യത്തിന് അത് കഴിഞ്ഞു, അതൊരു കംപ്ലീറ്റഡ് ആക്ഷനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റുമായിട്ട് അതിന് ഒരു കണക്ഷനും ഇല്ല. അപ്പോഴാണ് നമ്മൾ പാസ്റ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി പാസ്റ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുമ്പോഴും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോഴും ഇതുപോലെ കൺഫ്യൂഷൻ വരാറുണ്ട് ചിലർക്കൊക്കെ. പാസ്റ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുന്നത് ഇതുപോലെ പാസ്റ്റിൽ കഴിഞ്ഞുപോയ ഒരു കാര്യം, കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ, അതിനിപ്പോൾ ഒരു പ്രസക്തിയും ഇല്ല, അപ്പോഴല്ലേ. അപ്പോൾ അതിന് എക്സാമ്പിൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്.
പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് രണ്ട് പാസ്റ്റിലെ കാര്യങ്ങൾ നടക്കുന്നു. അതിൽ ആദ്യം കഴിഞ്ഞ കാര്യത്തെ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. പിന്നീട് കഴിഞ്ഞ ഒരു ആക്ഷൻ, അതിന് നമുക്ക് പാസ്റ്റ് സിമ്പിൾ ടെൻസും ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ അവിടെ എത്തുന്നതിന് മുൻപേ അവൻ പോയിട്ടുണ്ടായിരുന്നു. രണ്ട് കാര്യങ്ങൾ നടന്നു. അവൻ പോയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ആദ്യം നടന്നു. അപ്പോൾ ഹീ ഹാഡ് ലെഫ്റ്റ് വെൻ ഐ റീച്ച്ഡ് ദർ. നോക്കൂ, ഹീ ഹാഡ് ലെഫ്റ്റ്, അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. പിന്നീട് ബിഫോർ ഐ റീച്ച് ദർ, റീച്ച് എന്നത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. ഞാൻ എത്തുന്നതിന് മുൻപേ അവൻ പോയിട്ടുണ്ടായിരുന്നു. അവർ വരുന്നതിന് മുൻപേ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയില്ലേ? അവർ വരുന്നതിന് മുൻപേ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വി ഹാഡ് ഈറ്റൺ ഫുഡ് ബിഫോർ ദേ കെയിം. ഐ മെറ്റ് ഹിം ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് വീക്കിൽ അവനെ കണ്ടുമുട്ടി. ഐ ഹാഡ് മെറ്റ് ഹിം ബിഫോർ യു മെറ്റ് ഹിം എന്ന് പറഞ്ഞാലോ, നീ അവനെ കാണുന്നതിന് മുൻപേ ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് മെറ്റ് ഹിം ബിഫോർ യു മെറ്റ് ഹിം. നോക്കൂ, പാസ്റ്റ് ഒരേ സെൻറ്റൻസ് തന്നെ. അവിടെ ആദ്യത്തെ ആ ഒരു ആദ്യം ഉപയോഗിച്ചത് ഐ ഹാഡ് മെറ്റ് ഹിം ആണ്, അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പിന്നീട് ബിഫോർ യു മെറ്റ് ഹിം, യു മെറ്റ് എന്നത് പാസ്റ്റ് സിമ്പിൾ ടെൻസും ആണ്. ഐ ഹാഡ് റെഡ് ദാറ്റ് ബുക്ക് ബിഫോർ യു റെഡ് ഇറ്റ്. നീ ആ ബുക്ക് വായിക്കുന്നതിന് മുൻപേ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ റൂം ക്ലീൻ ചെയ്യുന്നതിന് മുൻപ് അവൾ അവളുടെ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറയും? ഷീ ഹാഡ് ക്ലീൻഡ് ഹെർ റൂം ബിഫോർ ഐ ക്ലീൻഡ് മൈ റൂം. എൻ്റെ വർക്ക് ലാസ്റ്റ് വീക്കിൽ ഞാൻ ഫിനിഷ് ചെയ്തു. ഐ ഫിനിഷ് മൈ വർക്ക് ലാസ്റ്റ് വീക്ക്. ഞാൻ ഫിനിഷ് ചെയ്യുന്നതിന് മുൻപേ അവൾ അവളുടെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് ഫിനിഷ്ഡ് ഹെർ വർക്ക് ബിഫോർ ഐ ഫിനിഷ്ഡ് മൈ വർക്ക്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറിയല്ലോ. ഇനി വേറൊരു സെൻറ്റൻസ്. രാഹുൽ 2 ദിവസമായിട്ട് ആബ്സെൻ്റ് ആണ്. രാഹുൽ ഹാസ് ബീൻ ആബ്സെൻറ്റ് ഫോർ 2 days. അവർ 2 ദിവസമായി ഓഫീസിലാണ്. അവർ ഓഫീസിൽ തന്നെയാണ് 2 ദിവസമായിട്ട്. ദേ ഹാവ് ബീൻ ഇൻ ദ ഓഫീസ് ഫോർ 2 days. ഞാൻ അവനെ 2 ദിവസം മുൻപ് കണ്ടു. ഐ സോ ഹിം 2 days ago. ഞാൻ ഓഫീസിലാണ്. ഐ ആം ഇൻ ദ ഓഫീസ്. ഞാൻ ഒരാഴ്ചയായിട്ട് ഓഫീസിലാണ്. ഐ ഹാവ് ബീൻ ഇൻ ദ ഓഫീസ് ഫോർ എ വീക്ക്. ഞാൻ രാവിലെ മുതൽ ഓഫീസിലാണ്. ഐ ഹാവ് ബീൻ ഇൻ ദ ഓഫീസ് സിൻസ് മോർണിംഗ്. അവൻ എൻ്റെ ബ്രദറാണ്. ഹീസ് മൈ ബ്രദർ. അവൻ ഒരു നല്ല കുട്ടിയാണ്. ഹീസ് എ ഗുഡ് ബോയ്. അവൻ ചെറുപ്പം മുതൽ നല്ല കുട്ടിയാണ്. ഹീ ഹാസ് ബീൻ എ ഗുഡ് ബോയ് സിൻസ് ചൈൽഡ്ഹുഡ്. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസ് കൂടി പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളുടെ ജോലി ചെയ്യൂ. ഡു യുവർ വർക്ക്. എൻ്റെ വർക്ക് ഞാൻ ചെയ്തു കഴിഞ്ഞു. ഐ ഹാവ് ഡൺ മൈ വർക്ക്. ഞാൻ എൻ്റെ ടോപ്പിക് പഠിപ്പിച്ചു കഴിഞ്ഞു. ഐ ഹാവ് ടോട്ട് മൈ ടോപ്പിക്. ഞാൻ ഈ ടോപ്പിക് ഒരുപാട് പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഐ ഹാവ് ടോട്ട് ദിസ് ടോപ്പിക് മെനി ടൈംസ്. നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നെനിക്കറിയാം. ഐ നോ വാട്ട് യു വാണ്ട്. വിരുന്നുകാർ 10 മിനിറ്റിന് ശേഷം വരും. ഗസ്റ്റ് വിൽ അറൈവ് ആഫ്റ്റർ 10 minutes. വിരുന്നുകാർ വന്നിട്ടുണ്ട്. ഗസ്റ്റ് ഹാവ് ഓൾറെഡി കം. ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഐ ഹാവ് സ്റ്റഡീഡ്. ഞാൻ എഴുതി കഴിഞ്ഞു. ഐ ഹാവ് റിട്ടൺ. ഞാൻ വായിച്ചു കഴിഞ്ഞു. ഐ ഹാവ് റെഡ്. ഞാൻ എഴുതും. ഐ വിൽ റൈറ്റ്. ഞാൻ കോളേജിൽ പോകും. ഐ വിൽ ഗോ ടു കോളേജ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കും. ഐ വിൽ ടീച്ച് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്.
ഞാൻ 2 കൊല്ലമായി ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ 2 years. ഈ ടോപ്പിക്കിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദിസ് ടോപ്പിക്. എനിക്ക് ഈ ടോപ്പിക്കിനെ പറ്റി എല്ലാം അറിയാം. ഐ നോ എവറിത്തിങ് അബൌട്ട് ദിസ് ടോപ്പിക്. നിങ്ങളൊരു ഡോക്ടറാണോ? ആർ യു എ ഡോക്ടർ? നിങ്ങൾ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തോ? ഹാവ് യു കംപ്ലീറ്റഡ് യുവർ ഗ്രാജുവേഷൻ? നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഹാവ് യു ഈറ്റൻ ഫുഡ്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ? ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്? രാവിലെ മുതൽ നിങ്ങൾ റൂംസ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഹാവ് യു ബീൻ ക്ലീനിങ് ദ റൂംസ് സിൻസ് മോർണിംഗ്? അവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? ഡു യു നോ വാട്ട് ഹീസ് ഡൂയിങ്? അവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെനിക്കറിയാം. ഐ നോ വാട്ട് ഹീസ് ഡൂയിങ്. നിങ്ങൾക്കറിയാവുന്നത് എനിക്കറിയാം. ഐ നോ വാട്ട് യു നോ. നിങ്ങൾക്ക് കഴിയുന്നത് സംസാരിക്കൂ. സ്പീക്ക് വാട്ട് യു ക്യാൻ. എനിക്ക് ചിലപ്പോഴൊക്കെ അവിടെ പോകേണ്ടി വരാറുണ്ട്. ഐ ഹാവ് ടു ഗോ ദർ സംടൈംസ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരാറുണ്ടോ? ഡു യു ഹാവ് ടു സ്പീക്ക് ഇംഗ്ലീഷ്? എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരാറുണ്ട്. ഐ ഹാവ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു. ഐ യൂസ് ടു പ്ലേ ക്രിക്കറ്റ്. ഞാൻ ഇവിടെ വരാറുണ്ടായിരുന്നു. ഐ യൂസ് ടു കം ഹിയർ. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആവശ്യത്തിന് സമയമുണ്ട്. ഐ ഹാവ് ഇനഫ് ടൈം ടു ലേൺ ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആവശ്യത്തിന് സമയമുണ്ടോ? ഡു യു ഹാവ് ഇനഫ് ടൈം ടു ലേൺ ഇംഗ്ലീഷ്? രോഹിത് എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? ഡു യു നോ വാട്ട് രോഹിത് ഈസ് ഡൂയിങ്? രോഹിത് എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഐ നോ വാട്ട് രോഹിത് ഈസ് ഡൂയിങ്. ഈ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ ഇത്തരം സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യുന്നത് സഹായിക്കും.